ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനും പീച്ചിങ്ങയും ചേർന്നുള്ള ഒരു ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെമ്മീനാണ്. അത് തോടെല്ലാം കളഞ്ഞ് അതിൻ്റെ ഞരമ്പൊക്കെ വലിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഒരു പീച്ചിങ്ങ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നു. അതിലേക്ക് 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതിലേക്ക് അരച്ചു ചേർക്കാനായിട്ട് 1 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2-3 വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത്, 3-4 ചുവന്നുള്ളി ചെറുതായിട്ടരിഞ്ഞത്. ഇതെല്ലാം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അതിലേക്ക് 2 കുടംപുളി ചെറുതായിട്ട് കീറിയിട്ടേക്കുന്നതാണ്. ഇത് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അത് ഉണ്ടാക്കാൻ വേണ്ടത്. അതിന് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് പീച്ചിങ്ങയും 3-4 പച്ചമുളക് അരിഞ്ഞു വെച്ചതും കറിവേപ്പിലയും ഇട്ട് അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നമുക്ക് ആദ്യമേ പീച്ചിങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പീച്ചിങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് വേവിക്കാനായിട്ട് അടച്ചു വെക്കാം. ചെമ്മീൻ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. 10 മുതൽ 12 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനൊക്കെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ്, തേങ്ങായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ അതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ കറി നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവായും ചേർത്ത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കറിവേപ്പിലയും ചേർത്ത് നല്ലതായിട്ട് വഴറ്റി അത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ പീച്ചിങ്ങ കറി റെഡിയായി. അതിനും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ പീച്ചിങ്ങ കറിയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്